ഇപ്പോൾ NM വിജയന്റെ മരുമകൾ പത്മജ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പത്മജ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ഇവർ പറയുന്നത് KPCC അറിയിച്ചിരിക്കുന്നത് ഈ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തു എന്നാണ്. ഒപ്പം പണം അക്കൗണ്ടിൽ എത്തിയെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം കുടുംബത്തെ അറിയിക്കാമെന്നാണ് ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. നിങ്ങളെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടോ ഇക്കാര്യം? ഈ നിമിഷം വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് മീഡിയയിൽ കൂടെ കണ്ട അറിവ് മാത്രമേ ഇതിലുള്ളൂ. മറ്റൊരു വിവരവും നിങ്ങളെ അറിയിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല, ആരും അറിയിച്ചിട്ടില്ല. ബാങ്കും അറിയിച്ചിട്ടില്ല, നേതൃത്വത്തിനും ആരും അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് അടച്ചു തീർക്കുമെന്ന് KPCC വ്യക്തമാക്കിയിരുന്നു, അക്കാര്യവും അറിയിച്ചിട്ടില്ല? ഇല്ല, ഇതുവരെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എഗ്രിമെന്റ് മിസ്സായതിനു ശേഷം ഒരാൾ പോലും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഈ ബാങ്കിൽ എത്രയാണ് അടച്ചു തീർക്കാനുള്ളത്? അത് വൺ ടേം സെറ്റിൽമെന്റ് അയച്ച 63 ലക്ഷം എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ടുള്ള എമൗണ്ട് അറിയില്ല. എത്ര അടച്ചു തീർത്തു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയാണ് ഇനി അടയ്ക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ? അത് കഴിഞ്ഞ ദിവസം ഈ ബാങ്കിന്റെ പ്രതിനിധി മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുള്ള അറിവേ നമുക്ക് അതിനകത്തുള്ളൂ. അല്ലാതെ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായിട്ടുള്ള രൂപം അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, 59 കോടി അടച്ചു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ക്ഷമിക്കണം, 59 ലക്ഷമാണ് അടച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്, KPCC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായും ആ ബാധ്യത തീർന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം സംതൃപ്തരാണോ? സംതൃപ്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു സംതൃപ്തിയുടെ ഒരു ഇതല്ല കിടക്കുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടി വെച്ചതാന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തു തരേണ്ടത് അവർ ബാധ്യസ്ഥരാണ്. അത് അവർ ഒരുപാട് ഒഴികഴിവ് പറഞ്ഞു. ഇത്രയും വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം വലിയൊരു പ്രതിസന്ധിയിലൂടെ താങ്കൾ അടക്കം കടന്നു പോയിട്ടുണ്ടെന്നും അറിയാം. പക്ഷെ അപ്പോഴും നമുക്ക് മുന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയായിരുന്നല്ലോ, ഈ ബാധ്യത. അപ്പോൾ ഈ ബാധ്യത അടച്ചു തീർത്തു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സംതൃപ്തിയുണ്ട്? ഇത്രയും ഈ ഒരു എമൗണ്ട് 59 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട്, അത് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണോ? അതിൽ ഇനി കൂടുതൽ അടയ്ക്കാനുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? അത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയതിനു ശേഷം ഇവര് നമ്മളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ട് ഇതിനകത്ത് എനിക്ക് പരിപൂർണമായിട്ട് ഒരു ഉത്തരം തരാൻ പറ്റുള്ളൂ. പക്ഷെ അത് അടച്ചു തീർക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ട് കൂടെ ഞങ്ങൾ പോയതിനു ശേഷമായിരുന്നു അവർ ആ നീതി പോലും ഞങ്ങളോട് നടപ്പാക്കിയത്. കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് ഒരു മനുഷ്യനൊരു മരണക്കുറിപ്പ് എഴുതി വെച്ചു. അത് ഇത്രയും വലിച്ചു നീട്ടി ഇത്രയും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ബാങ്കിലെ എമൗണ്ട് അടച്ചു തീർത്താൽ ബാധ്യത ഒരുവിധം എല്ലാം തീർന്നു എന്നാണോ? അതായത് KPCCയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നൽകാനുള്ള അല്ലെങ്കിൽ അവരുടെ സഹായം ഉദ്ദേശിക്കുന്നത്? അതെ, കാരണം നമ്മൾ പറഞ്ഞതിൽ KPCC ചെയ്തു തരാമെന്ന് ഏറ്റ കാര്യങ്ങളാണ് അവർ എഗ്രിമെന്റിന്റെ രൂപത്തിലാക്കിയത്. അതിൽ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് അടച്ചു തീർക്കും എന്നതിന് വേണ്ട സഹായം എല്ലാം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം ഇത് അടച്ചു തീർത്തു എന്ന് പറയുന്നത് വരെ താങ്കളുടെ കുടുംബവുമായി യാതൊരു തരത്തിലൊരു നേതാവ് ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല കാര്യം പറയുന്നത്, അല്ലെങ്കിൽ കാര്യം സൂചിപ്പിക്കുന്നത് പോലും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? അതെ, ആരും ഒരു ഫോൺ കോളിന്റെ രൂപത്തിലോ അല്ല നേരിട്ട് സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ നിമിഷം ഈ വാർത്തകൾ വരുമ്പോൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ അടച്ചു തീർത്തു എന്നുള്ളത്? വിശ്വാസത്തിലെടുക്കുന്നു? ഇപ്പം മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങളുടെ ബേസിക് ആവശ്യമാണത്. അത് ഞങ്ങൾക്ക് എടുത്തു തരാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഓക്കെ പത്മജ, താങ്ക് യു. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തു എന്നാണ് KPCC വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. ഈ നിമിഷം വരെയും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പത്മജ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം, അതായത് അടച്ചു തീർക്കും, ഈ ബാധ്യതകൾ തീർക്കും, ബാങ്കിലെ ബാധ്യതകൾ തീർക്കും, ബത്തേരി അർബൻ ബാങ്കിലെ ബാധ്യതകൾ തീർക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നത്. ഈ അടച്ചു തീർത്തു എന്ന് ബാങ്കും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുടുംബത്തെ അറിയിക്കാനുള്ള നടപടിക്രമങ്ങൾ അതൊക്കെ പൂർത്തിയായതിനു ശേഷം കുടുംബത്തെ അറിയിക്കുമെന്നാണ് ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നത്.